പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ യൂദാസ്ലീഹയുടെ നൊവേനയുടെ 3-ാമത്തെ ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ് 3-ാം ദിവസം ഈ നൊവേനയിൽ പങ്കെടുക്കാനായിട്ട്. അതിന് ദൈവത്തിന് പ്രത്യേകമായിട്ട് നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതപരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. കർത്താവായ ഈശോയെ, ഞങ്ങളിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഒരിക്കൽ കൂടി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള നിയോഗം ഞങ്ങൾ ഓർക്കുന്നു. ആ നിയോഗം ഒരിക്കൽ കൂടി നമുക്ക് കണ്ണുകളടച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഈ നിയോഗം നമ്മൾ ഇപ്പോൾ സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ നിയോഗത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്കിപ്പോൾ അതുപോലെ നമ്മുടെ സഭയുടെ മേൽദർശന്മാർക്കോട് പ്രാർത്ഥിക്കാം. കർത്താവെ, സഭയുടെ തലവനായ ലയോ പാപ്പായെയും റാഫായൽ മെത്രാപ്പൊലീത്തായെയും എല്ലാ വൈദികരെയും മെത്രാന്മാരെയും സന്യസ്തരെയും അൽമായ പ്രേക്ഷിതരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, വളരെ പ്രത്യേകമായിട്ട് രോഗികളായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാം വലിയ ആശ്വാസം ഉണ്ടാകണമെന്ന് ഈ സമയം ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, ലോകമെങ്ങും അങ്ങയുടെ സുവിശേഷ പ്രഘോഷണത്തിനായി ജോലി ചെയ്യുന്ന ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരുണ അവരുടെ മേൽ ഉണ്ടായിരിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, വളരെ പ്രത്യേകമായിട്ട് അങ്ങയുടെ സന്നിധിയിൽ ഈ ലോകത്തിൽ വേർപെട്ടു പോയ എല്ലാ ആത്മാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരുണ അവരുടെ പേർ ഉണ്ടായിരിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, വളരെ പ്രത്യേകമായി ഇന്നത്തെ ഈ ദിവസത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും നിന്റെ കരുണ ഉണ്ടാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ ഈശോയെ, ഈ സമയം വളരെ പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾക്കായി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് വചനം ശ്രവിക്കാം. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങൾ. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയായ്ക്കും ഗലീലയ്ക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരമുയർത്തി, യേശുവേ, ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവൻ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവനൊരു സമരിയാക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ ഇവിടെ? ഈ വിജാതിയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തോന്നിയില്ലേ? അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, അതിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കർത്താവായ യേശുവേ, ഈ വചനത്തിൽ ഞങ്ങൾ കേട്ടതുപോലെ നന്ദി പറയുവാനുള്ള ഒരു വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പലപ്പോഴും പരാതികളാണ് പറയുന്നത്. എന്നാൽ പരാതിക്ക് പകരം നന്ദി പറയാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് ഒരിക്കലും കാലാവസ്ഥയെക്കുറിച്ച് കുറ്റം പറയാതിരിക്കുക, ഒരിക്കലും നമ്മുടെ സൗകര്യങ്ങളെക്കുറിച്ച് കുറ്റം പറയാതിരിക്കുക, ഒരിക്കലും മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയാതിരിക്കുക. ഈ 3 കാര്യങ്ങൾ ഈ നൊവേനയുടെ 3-ാം ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. കാലാവസ്ഥയെക്കുറിച്ച് കുറ്റം പറയാതിരിക്കുക, അതുപോലെ നമ്മുടെ സൗകര്യങ്ങളെക്കുറിച്ച് കുറ്റം പറയാതിരിക്കുക, പിന്നെ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയാതിരിക്കുക. അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവകൃപ പ്രാപിക്കാനായിട്ട് വളരെ പ്രത്യേകമായിട്ട് നമുക്ക് ഈ നിയോഗം നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയം നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, യേശുവേ, ഞങ്ങൾക്ക് നൽകുന്ന ആരോഗ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങേക്ക് നന്ദി. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ ജീവിത വിളിയോർത്ത് കർത്താവേ, അങ്ങ് നന്ദി പറയുന്നു. കർത്താവേ, നന്ദി. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ ശുശ്രൂഷ മേഖലകൾ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങേക്ക് നന്ദി. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ എന്നിവയെല്ലാം ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങേക്ക് നന്ദി. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് കൂടെ ജീവിക്കാൻ തന്നിരിക്കുന്ന എല്ലാ വ്യക്തികളെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങേക്ക് നന്ദി. കർത്താവേ, ഞങ്ങൾക്ക് സൗകര്യങ്ങളായി വിവിധ കാര്യങ്ങൾ ചെയ്ത് തന്നവരെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങേക്ക് നന്ദി. കർത്താവെ, വളരെ പ്രത്യേകമായിട്ട് ഞങ്ങളെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരെ ഓർക്കുന്നു. കർത്താവെ, അങ്ങ് നന്ദി. കർത്താവെ, ഞങ്ങളെ പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക്
പല വിധത്തിൽ ഞങ്ങളെ സഹായിച്ച വ്യക്തികളെ ഓർക്കുന്നു കർത്താവെ, അങ്ങേ നന്ദി. കർത്താവെ, പലപ്പോഴും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരിലൂടെ ഈ ലോകം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങളെ പഠിപ്പിച്ച്. കർത്താവെ, അങ്ങേ നന്ദി. കർത്താവെ, പലപ്പോഴും വേദനാജനകമായ നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. ആ നിമിഷങ്ങളിലെല്ലാം കടന്നുപോയി വീണ്ടും തിരിച്ചങ്ങേ സ്തുതിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയതിനെ ഓർത്ത് കർത്താവെ, അങ്ങേ നന്ദി. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങളെ ഓർത്ത് കർത്താവെ, അങ്ങേ നന്ദി. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ വിഷമങ്ങളിലൂടെ എല്ലാം അങ്ങ് ഞങ്ങളെ വഴി നടത്തിയതിനെ ഓർത്ത് കർത്താവെ, അങ്ങ് നന്ദി. പ്രിയപ്പെട്ടവരെ, അങ്ങ് നന്ദി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ദിവസം പരമാവധി നന്ദിയിൽ ചെലവഴിക്കാൻ നമുക്ക് പ്രചോദനം തോന്നിയാണ് ഞാൻ പങ്കുവയ്ക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം നൽകാരണമേ. ഞങ്ങൾ തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവർത്തിപ്പെടുത്തതിന്മേ ഞങ്ങളെ രക്ഷിക്കണമേ. നമ്മുടെ അർത്ഥാശമേശ്വര കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ സഹവാസം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.